നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ ഇന്നലെ മാറ്റം വരുത്തിയിരുന്നു. എക്സാലോജിക്കിനെതിരായ ROC അന്വേഷണം SFIOയ്ക്ക് കൈമാറി. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് SFIO അന്വേഷിക്കുക. വലിയ സാമ്പത്തിക കുറ്റങ്ങളുള്ള അന്വേഷണങ്ങളാണ് SFIOയ്ക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത്. അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമായിരിക്കും നടത്തുക. ROC അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും SFIO അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് SFIO എന്നതിനാൽ തന്നെ കേസിന്റെ ഗൗരവമേറുന്നു. എക്സാലോജിക്കിന് എതിരായ SFIO അന്വേഷണ പരിധിയിൽ KSIDCയും ഉൾപ്പെടും. എക്സാലോജിക് CMRL ഇടപാട് അന്വേഷണവും SFIOയുടെ പരിധിയിലായിരിക്കും. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കമ്പനികൾക്ക് സാധിച്ചിട്ടില്ലെന്നാണ് വിവരം. KSIDC നൽകിയതും അവ്യക്തമായ മറുപടിയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതര കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്ന് അഭിപ്രായമുയർന്നിരുന്നു. ഈ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇനി എന്താണ് ഈ SFIO എന്നും ഇവരുടെ പ്രവർത്തനം എന്തെന്നും നോക്കാം. ഇന്ത്യയിലെ ഒരു നിയമപ്രകാരമുള്ള കോർപ്പറേറ്റ് തട്ടിപ്പ് അന്വേഷണ ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO. തുടക്കത്തിൽ 2003 ജൂലൈ 2 ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പ്രമേയത്തിലൂടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 1956 പഴയ കമ്പനി നിയമത്തിലെ സെക്ഷൻ 235 മുതൽ 247 വരെ നിലവിലുള്ള നിയമചട്ടക്കൂടിനുള്ളിൽ അന്വേഷണം നടത്തി. പിന്നീട് കമ്പനി നിയമത്തിന്റെ വകുപ്പ് 211 2013 സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നിയമപരമായ പദവി നൽകുകയായിരുന്നു. അധികാര പരിധിക്ക് കീഴിലാണ്. കൂടാതെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, മറ്റ് കേന്ദ്ര സേവനങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ്. വിവിധ സാമ്പത്തിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ഈ സ്ഥാപനത്തിലുണ്ട്. പ്രധാന കോർപ്പറേറ്റ് തട്ടിപ്പുകളെക്കുറിച്ച് ഒന്നിലധികം അച്ചടക്ക അന്വേഷണം നടത്താൻ SFIO നിർബന്ധിതമാണ്. ഫിനാൻഷ്യൽ സെക്ടർ, ക്യാപിറ്റൽ മാർക്കറ്റ്, അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റ്, ടാക്സേഷൻ നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പനി നിയമം, കസ്റ്റംസ്, ഇൻവെസ്റ്റിഗേഷൻ എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണിത്. ബാങ്കുകൾ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സർക്കാരിന്റെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയ വിവിധ സംഘടനകളിൽ നിന്നാണ് ഈ വിദഗ്ധരെ തെരഞ്ഞെടുത്തത്. കോർപ്പറേറ്റ് ഭരണം സംബന്ധിച്ച നരേഷ് ചന്ദ്ര കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണിയിലെ അഴിമതികളുടെ പശ്ചാത്തലത്തിലും ബാങ്കിംഗ് ഇതര കമ്പനികളുടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലും പൊതുജനങ്ങൾക്കായി വാജ്പേയി സർക്കാർ 2003 ജനുവരി 9 SFIO സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഫീൽഡ് ഓഫീസുകളുള്ള ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് ഏജൻസി ആസ്ഥാനം. IAS, IPS, IRS, ബാങ്കുകൾ, മറ്റ് സേവന കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നാണ് SFIO അതിന്റെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരെയും ആകർഷിക്കുന്നത്. കേശവ് ചന്ദ്ര ആണ് നിലവിലെ SFIO ഡയറക്ടർ. നിരവധി അഡീഷണൽ ജോയിന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ മന്ത്രാലയത്തിന്റെ പാരന്റ് കേഡറായ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിൽ നിന്നുള്ളവരാണ്. ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ ഏജൻസിക്ക് 4 പ്രാദേശിക ഓഫീസുകളുണ്ട്.